വയനാട് വെറ്റിനറി സർവകലാശാലയിലെ ഒരു സംഘം വിദ്യാർത്ഥികൾ തങ്ങളുടെ തന്നെ ഒരു സഹവിദ്യാർത്ഥിയെ കേട്ടുകേൾവിയില്ലാത്ത വിധം ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയമാക്കി കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്ന ദാരുണ വാർത്ത അടുത്ത കാലത്ത് സാക്ഷര കേരളത്തിൻ്റെ യശസ്സിനേറ്റ ഏറ്റവും നിന്ദ്യവും അപമാനകരവുമായ കനത്ത പ്രഹരമെന്നതിനപ്പുറം രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്യാമ്പസുകളുടെ കടുത്ത ക്രിമിനൽ വൽക്കരണവും ഇപ്പോൾ അതും കടന്ന് ക്യാമ്പസുകളുടെ ഭീകരവൽക്കരണമെന്ന ദേശീയ ദുരന്തത്തിലേക്കും കൂടിയാണ് വിരൽ ചൂണ്ടുന്ന സത്യവും ദുഃഖവും യാഥാർത്ഥ്യവും നാം കാണാതെ പോകരുത്. അഹിംസയുടെ മഹാചാര്യനായിരുന്ന ശ്രീബുദ്ധ ഭഗവാന്റെ പൂർവാശ്രമത്തിലെ അർത്ഥപൂർണമായ പേര് തന്നെ സിദ്ധാർത്ഥൻ മകന് നൽകിയിട്ടും അത് അവൻ്റെ തന്നെ സതീർത്ഥ്യരുടെ ക്രൂരതയിൽ നിന്ന് പോലും അവന് രക്ഷാകവചമായില്ല എന്നത് അവൻ്റെ കുറ്റമായല്ല, മറിച്ച് അവനൊപ്പം പഠിക്കാനെത്തിയ കൂട്ടുകാരുടെ കഠിനവും ക്രൂരവും ദുഷ്ടവും വന്യവുമായ മനസ്സിൻ്റെ നേർസാക്ഷ്യമായി ആർക്കായാലും കാണാനാകൂ. നമ്മുടെ കൗമാരങ്ങൾക്ക് എങ്ങനെ ഇത്ര ക്രൂരമാകാനാവും എന്ന് പറഞ്ഞ് അമ്പരക്കുന്നതിനിടയിലാണ് പൂക്കോട് ക്യാമ്പസിലെ കൊടും ക്രിമിനലുകൾക്ക് അവിടെ തന്നെയുള്ള അധ്യാപകരിലും അധികാരികളിലും പെട്ട ചില മഹോപാധ്യായന്മാർ തന്നെയാണ് താങ്ങും തണലും ഒളിവും സംരക്ഷണവുമൊക്കെ നൽകിയതെന്നും ഇപ്പോൾ പത്രവാർത്തകൾ പുറത്തു വരികയാണ്. അപൂർവങ്ങളിൽ അപൂർവമെന്ന് ചിലപ്പോഴൊക്കെ ചില കോടതികൾ പോലും വിശേഷിപ്പിക്കാറുള്ള തരം സമാനതകളില്ലാത്ത കൊടും ക്രൂരതയാണ് സിദ്ധാർത്ഥനോട് അതേ ക്യാമ്പസിൽ പഠിക്കുകയും ഒരേ ഹോസ്റ്റലിൽ താമസിക്കുകയും ചെയ്ത അവൻ്റെ ക്ലാസ്മേറ്റ്സ് തന്നെ കാണിച്ചതെന്നും നമ്മുടെ സമൂഹത്തിൻ്റെ ആകെ ഉറക്കം കെടുത്താതിരിക്കുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. എന്നാൽ ഇത്ര മനുഷ്യത്വരഹിതമായ കൊടും കൊലയിലേക്ക് നയിച്ച തുടർമർദ്ദനങ്ങൾ നിസ്സഹായനായ ഒരു വിദ്യാർത്ഥിക്ക് നേരെ അവൻ ഏത് രാഷ്ട്രീയ ചേരിയിൽ ഉൾപ്പെട്ടവനുമാകട്ടെ ദിനരാത്രങ്ങൾ തുടർച്ചയായി ക്യാമ്പസിൽ അരങ്ങേറിയിട്ടും അവിടെയും സഹപാഠികളും അധ്യാപകരും അധികാരികളും ഒന്നും അതറിഞ്ഞതേയില്ല എന്ന് പറയുന്നതും അതിലിടപെടാനോ അതിനെ തടയാനോ നിയമത്തിൻ്റെ വഴിയിൽ ഒന്ന് പോലീസിനെ അറിയിക്കാനോ പോലും തയ്യാറായില്ല എന്നതും നമ്മെ സത്യത്തിൽ നടുക്കുന്നുണ്ട്. നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുവാനും സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് വേണ്ട തെളിവുകളോടെ അവ നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവരാനും കഴിയൂ. കുറ്റാരോപിതർക്കും അവരുടെ ഭാഗവും വാദങ്ങളും ന്യായപീഠത്തിന് മുന്നിൽ ബോധിപ്പിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയും ഉറപ്പിക്കുന്നുണ്ടല്ലോ. പക്ഷേ നിയമത്തിൻ്റെ വഴി ആ വഴി തന്നെയാണ് ഉണ്ടാകേണ്ടത്. അത് ഉറപ്പുവരുത്താനുള്ള കടമ സർക്കാരിനുമുണ്ട്. വെറ്റിനറി സർവകലാശാലയിൽ നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ചേർന്നതല്ല എന്നതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ഒരു സർവകലാശാല ക്യാമ്പസിലാണ് ഇത്തരമൊരു ക്രൂര ദണ്ഡന തുടർക്കഥ അരങ്ങേറിയത്. ദിനരാത്രങ്ങളിലേക്ക് നീണ്ട ഒരു കൊടും താണ്ഡവം അധികാരികൾ ആരും അറിഞ്ഞതേയില്ല എന്നത് കഥയും മൊഴിയും. പക്ഷേ ചാൻസലർ കൂടിയായ ഗവർണർക്ക് അത്രയങ്ങോട്ട് ബോധ്യമായില്ല എന്നതുകൊണ്ടാവണം അദ്ദേഹം സ്വമേധയാ സ്വന്തം അധികാരം ഉപയോഗിച്ച നടപടികൾ എടുത്തത്. നിയമപരമായ നടപടികളുടെ ന്യായാന്യായങ്ങൾ ഇനി കോടതിയിൽ തന്നെ പരിശോധിക്കട്ടെ. എന്നാൽ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട സർവകലാശാല അധികാരികൾക്കുണ്ടായ പ്രകടമായ ധാർമ്മിക വീഴ്ചയും അതിലവർക്കുണ്ടായ സംവിധാനപരമായ ഉത്തരവാദിത്വവും ഗവർണർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാവണം അദ്ദേഹം സ്വതരമായ നടപടികൾക്ക് തയ്യാറായതും. ഇക്കാര്യത്തിൽ ഗവർണർ സ്വീകരിച്ച ശക്തമായ നിലപാടും തുടർ നടപടികളും ജനമനസ്സുകളിൽ ഗവർണറെക്കുറിച്ചുള്ള റേറ്റിംഗ്സ് കൂട്ടുകയും അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ടാവണമെന്നതിലും തർക്കമൊന്നുമില്ല. കാട്ടിൽ നിന്നും ഇടയ്ക്കിടെ ഭക്ഷണം തേടി നാട്ടിലിറങ്ങുന്ന കൊലയാനകൾ പോലും അവരുടെ അടങ്ങാത്ത കലിക്കിടയിലും മുന്നിൽ പെടുന്നവരെ ഒറ്റച്ചവിട്ടിൽ കൊല്ലുന്നതല്ലാതെ പീഡിപ്പിച്ച് കൊല്ലുന്നില്ല എന്നതും നാം ഓർക്കേണ്ടതുണ്ട്. അതും നമ്മുടെ ക്യാമ്പസുകളിലെ കരിവീരന്മാർക്ക് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ആധുനിക ഭീകരജീവികൾക്ക് പോലും ഒരു പാഠമായാൽ അത്രയും നല്ലത്.